സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ജഡ്ജി എത്തി. കാക്കനാട് പടമുകൾ കളർ പ്ലാനറ്റിലാണ് സിനിമാ പ്രദർശനം. ജസ്റ്റിസ് നഗരേഷിനൊപ്പം സെൻസർ ബോർഡ് പ്രതിനിധിയും സിനിമ കാണുന്നു. അനുകൂല വിധി പ്രതീക്ഷിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വിവരങ്ങളുമായി സൈഫുന്നീസ അലിയാർ നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുന്നീസ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ജസ്റ്റിസ് എൻ നഗരേഷ് എത്തിയിരിക്കുകയാണ്. മറ്റേതെങ്കിലും ജഡ്ജി ഉണ്ടോ അദ്ദേഹത്തിന് ഒപ്പം? ഈ സിനിമാ പ്രദർശനം ആരംഭിച്ചോ സൈഫുന്നീസ? ബിനിൽ, സിനിമാ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. ജസ്റ്റിസ് നഗരേഷാണ് സിനിമ കാണുന്നത്. കളർ പ്ലാനറ്റ്, കാക്കനാട് പടമുകളുള്ള കളർ പ്ലാനറ്റിലാണ് സിനിമ കാണുന്നത്. രാവിലെ ലാൽമീഡിയയിൽ കാണുമെന്നായിരുന്നു കോടതിയിലും ഒപ്പം തന്നെ രാവിലെയും അറിയിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം സാങ്കേതിക തകരാർ മൂലം ഇപ്പോൾ കളർ പ്ലാനറ്റിലേക്ക് ഈ സിനിമയുടെ പ്രദർശനം മാറ്റിയിരിക്കുകയാണ്. ഈ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണെന്ന്. കാരണം ഈ സിനിമയുടെ ഭാവി എന്താണെന്ന് നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പലകുറി ഇതിന്റെ വാദങ്ങൾ കേട്ട ശേഷവും ജഡ്ജി ഏറ്റവും അവസാനം ഒടുവിൽ പറഞ്ഞത് ഈ സിനിമ കാണട്ടെ, കോടതി കാണട്ടെ, കോടതി കണ്ട ശേഷം തീരുമാനം വിധി പറയാം എന്നുള്ളതായിരുന്നു. എന്തായാലും കോടതി ഇന്ന് സിനിമ കാണുന്നു. സിനിമ കണ്ട ശേഷം ഇനി കേസ് പരിഗണിക്കുമ്പോൾ സിനിമയ്ക്ക് അനുകൂലമായ ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മുഴുവൻ സിനിമാ പ്രേമികളുടെ ഒപ്പം തന്നെ ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷ. സിനിമയുടെ അണിയറ പ്രവർത്തകരോടും സംവിധായകനോടൊന്നും ഇവിടെ കളർ പ്ലാന്റിലേക്ക് എത്തേണ്ടതില്ല. ജഡ്ജി മാത്രമാണ് സിനിമ കാണുന്നത്. കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽ നിന്ന് സിനിമ കാണുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് ഒരു തരത്തിലും ഈ സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് വരേണ്ടതില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സെൻസർ ബോർഡിൽ കാണിച്ച പ്രിന്റ് തന്നെയാണോ ഇവിടെ ജഡ്ജി? സൈഫുന്നീസയുടെ ലൈവ് ടെലികാസ്റ്റിംഗിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സൈഫുന്നീസ, എന്നെ കേൾക്കാമോ? തീർച്ചയായും കേൾക്കാൻ പറ്റും. പറയാം സൈഫുന്നീസ, തുടരാം. പ്ലാനറ്റിലേക്ക് സെൻസർ ബോർഡിന്റെ ഒരു പ്രതിനിധി കൂടി വന്നിട്ടുണ്ട്. അത് സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഈ കാണിച്ച സിനിമ, അതായത് 10+UA സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജഡ്ജിയുടെ മുമ്പിലും കാണിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് സെൻസർ ബോർഡിന്റെ ഒരു അംഗം കൂടി, ഒരു പ്രതിനിധി കൂടി എത്തിയിരിക്കുന്നത്. അതിനൊപ്പം ജസ്റ്റിസ് എൻ നഗരേഷുമാണ്. ഇവർ രണ്ടുപേരാണ് സിനിമ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ കണ്ട ശേഷം തീരുമാനം പറയാമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ ഈ സംവിധായകൻ പ്രവീൺ നാരായണന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു കോടതി സിനിമ കാണട്ടെ എന്നുള്ളത്. അതായത് സെൻസർ ബോർഡ്, സംസ്ഥാനത്ത് സെൻസർ ബോർഡ് അനുമതി നൽകുകയും അതിനുശേഷം ചെയർമാന്റെ ഒപ്പിനായി മുംബൈയിലേക്ക് അയക്കുകയും ചെയർമാൻ ഈ സിനിമ പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിന്റെ റിവൈസ് കമ്മിറ്റി സിനിമ കാണുമെന്ന് പറയുകയും റിവൈസ് കമ്മിറ്റി കണ്ട സിനിമ നല്ല സിനിമയാണ്, പക്ഷെ പേര് മാത്രം മാറ്റിയാൽ മതി എന്ന ഒരു നിർദ്ദേശം, വിചിത്രമായ നിർദ്ദേശം ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും മുൻപിലേക്ക് വെക്കുകയും ചെയ്യുക. അതിൽ പറഞ്ഞിരുന്ന ന്യായം എന്ന് പറയുന്നത് ലൂസിഫർ അടക്കമുള്ള സിനിമകൾ ഇവിടെ പ്രദർശനം നടത്തി സെൻസർ ചെയ്ത് പുറത്തു വന്ന ശേഷം വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായി. അതിൽ സമ്മർദ്ദത്തിലായി പോയത് സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉത്തരേന്ത്യയിൽ ഈ രീതിയിലല്ല, അതായത് ജാനകി സിനിമയെ കേരളത്തിലുള്ളവർ എടുക്കുന്നത് പോലെയല്ല ഉത്തരേന്ത്യയിൽ ഈ സിനിമ എടുക്കുന്നതെന്നും ഒരു ചാനൽ ചർച്ചയിലെ ഒരു നേതാവിന്റെ പ്രതികരണമടക്കം കാണിച്ചുകൊണ്ടാണ് അന്ന് സെൻസർ ബോർഡ് അംഗങ്ങൾ, റിവൈസ് കമ്മിറ്റിയിലെ ജൂറി അംഗങ്ങൾ ഈ സിനിമയ്ക്ക് പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേസ് പരിഗണിച്ചപ്പോൾ എന്തിനാണ് അതായത് ആൾക്കൂട്ടത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ അത് സെൻസർ ചെയ്യുക എന്നുള്ളത് സെൻസറിങ് തന്നെ ഭരണഘടനയെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഏത് വിധത്തിലായിരിക്കണം സെൻസറിങ് എന്നുള്ളത്. രാജ്യ താല്പര്യങ്ങൾ, രാജ്യവിരുദ്ധമായ നടപടികൾ ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അവിടെ ഒരു ആൾക്കൂട്ടത്തിന്റെ തീരുമാനത്തിന് ഇംഗിതത്തിനനുസരിച്ച് ഇക്കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നു എന്ന് സെൻസർ ബോർഡ് തന്നെ പരസ്യമായി അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും ബിനിൽ, നമ്മൾ സംവിധായകരോട് സംസാരിച്ചതനുസരിച്ച് ഈ രീതിയിലൊക്കെയാണ് അന്ന് റിവൈസ് കമ്മിറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് പേര് മാറ്റണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. പക്ഷെ കോടതിയിൽ നിന്ന് ഈ കേസ് പരിഗണിച്ചപ്പോഴെല്ലാം തന്നെ എന്തിനാണ്, ഒരു പേരിൽ എന്താണ് പ്രശ്നം, പേരിൽ എന്തിരിക്കുന്നു, ജാനകി എന്ന പേരിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ കോടതി എടുത്തെടുത്ത് ചോദിച്ചിരുന്നു. പല ചോദ്യങ്ങളും സെൻസർ ബോർഡിനോട് ചോദിച്ചിരുന്നു. എന്തായാലും സിനിമാ സംഘടനകളെല്ലാം തന്നെ ജാനകി സിനിമയ്ക്കൊപ്പമുണ്ട്, ആ പേരിനൊപ്പമുണ്ട്. ഈ പ്രവീൺ നാരായൺ പറയുന്നതനുസരിച്ച് 7 വർഷമായി അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു കുട്ടിയെ വളർത്തിയെടുത്തതുപോലെയാണ്, മകൾക്ക് പേരിട്ടതുപോലെയാണ് ജാനകി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയുടെ പേര് പെട്ടെന്നൊരു ദിവസം കളയാൻ, അത് പേര്
മാറ്റുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ല. പേര് മാറ്റണമെന്നാണ് നിർദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ വിധിയെങ്കിൽ ഞാൻ പേര് മാറ്റേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് മാത്രമാണ് തനിക്ക് അറിയേണ്ടത് എന്നുള്ള ഒരു രീതിയിലാണ് സംവിധായകൻ പ്രവീൺ നാരായണൻ ഉള്ളത്. നിർമ്മാതാക്കൾ സംവിധായകനൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായ കാര്യമാണ്. പലപ്പോഴും നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ജാനകി സിനിമ ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസത്തോളമായി ഈ സിനിമ വലിയ വിവാദങ്ങളിലേക്ക് പെട്ടിട്ട് കേരളത്തിലാകെ വലിയ വിവാദമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം BJPയുടെ MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഒരു വ്യക്തി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയെ ഈ വിധത്തിൽ സീതാദേവിയുടെ പര്യായ പദമാണ് ജാനകി. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിന് അനുപമ പരമേശ്വരൻ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രത്തിന് ആ പേര് നൽകാൻ പാടില്ല, അത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന വിധത്തിൽ വിചിത്രമായിട്ടുള്ള വാദഗതികൾ സെൻസർ ബോർഡ് ഉന്നയിച്ചതാണ് ഈ കേസിനെ കോടതി കയറ്റിയിട്ടുള്ളത്, ഈ സിനിമയെ കോടതി കയറ്റിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ജഡ്ജി ഈ സിനിമ കാണുകയാണ്. ജസ്റ്റിസ് N നാഗരേഷാണ് സിനിമ കാണുന്നത്. ലാൽ മീഡിയയിൽ വെച്ചല്ല, മറ്റൊരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ആ സിനിമ കാണൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസ് അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. സൈഫിനി സാലിയാനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്.